കേരളത്തിൻ്റെ പച്ചപ്പിൽ പുതഞ്ഞു കിടക്കുന്ന ആ പഴയ നാലുകെട്ട് തറവാട്ടിൽ കർക്കിടകത്തിൻ്റെ കറുത്ത മഴമേഘങ്ങൾ ഇരുണ്ടുകൊണ്ടിരുന്നു. ജനലഴികളിലൂടെ തണുത്ത കാറ്റ് അകത്തേക്ക് ഇരച്ചു കയറുന്നു. മാധവൻ തൻ്റെ തറവാട്ടിലെ പൂജാമുറിയിൽ പതിവ് പോലെ സന്ധ്യാദീപം തെളിക്കുകയായിരുന്നു. കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനായി തലമുറകളായി പൂജിച്ചു പോന്നിരുന്ന ആ കരിങ്കൽ വിഗ്രഹത്തിന് മുന്നിൽ അവൻ കണ്ണടച്ചു നിന്നു. കർപ്പൂരത്തിൻ്റെ രൂക്ഷമായ ഗന്ധം ആ കൊച്ചുമുറിയിൽ നിറഞ്ഞു നിന്നു. തൻ്റെ ജീവിതത്തിലെ സകല ഭാഗ്യങ്ങളും ഈ വിഗ്രഹത്തിൻ്റെ കടാക്ഷമാണെന്നാണ് മാധവൻ വിശ്വസിച്ചിരുന്നത്. പരീക്ഷകളിൽ ജയിക്കുമ്പോഴും ജോലി കിട്ടിയപ്പോഴും പ്രിയപ്പെട്ടവർക്ക് അസുഖം വരുമ്പോഴുമെല്ലാം അവൻ ഓടിയെത്തിരുന്നത് ഈ മുറിയിലേക്കായിരുന്നു. തൻ്റെ സങ്കടങ്ങൾക്കും സന്തോഷങ്ങൾക്കും സാക്ഷിയായ ആ ബിംബത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ അവൻ അനുഭവിച്ചിരുന്ന ആശ്വാസം വിവരണാതീതമായിരുന്നു. എങ്കിലും ആ രാത്രിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. പുറത്ത് മഴ ശക്തിപ്പെടുകയായിരുന്നു. ഇടിമിന്നലുകൾ ആകാശത്തെ കീറിമുറിച്ചുകൊണ്ടിരുന്നു. മാധവൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റാൻ പോകുന്ന ഒരു മഹാവിസ്ഫോടനത്തിൻ്റെ തുടക്കമായിരുന്നു ആ മഴക്കാല രാത്രി. തൻ്റെ ചിന്തകളിലും വിശ്വാസങ്ങളിലും പെയ്തിറങ്ങാൻ പോകുന്ന പ്രകാശത്തെക്കുറിച്ച് അവൻ അപ്പോഴും അജ്ഞനായിരുന്നു. വിളക്ക് തെളിയിച്ച് എഴുന്നേൽക്കുന്നതിനിടയിൽ മാധവൻ അശ്രദ്ധമായി തൻ്റെ കൈ വിഗ്രഹത്തിനരികിലേക്ക് നീട്ടി. അപ്രതീക്ഷിതമായി അവൻ്റെ മുണ്ടിൻ്റെ തുമ്പ് ആ കനത്ത വിഗ്രഹത്തിൻ്റെ പീഠത്തിൽ ഉടക്കി. ഒരു നിമിഷം ശ്വാസം നിലച്ചു പോയതുപോലെ മാധവൻ കണ്ടു. താൻ സർവശക്തനെന്ന് വിശ്വസിച്ചിരുന്ന ആ കരിങ്കൽ വിഗ്രഹം മെല്ലെ നീങ്ങി താഴേക്ക് പതിക്കുന്നു. തറയിൽ തട്ടിയ നിമിഷം അതൊരു വലിയ ശബ്ദത്തോടെ പല കഷ്ണങ്ങളായി ചിതറി. പൂജാമുറിയിൽ പെട്ടെന്നൊരു ശ്മശാന നിശബ്ദത പടർന്നു. മാധവൻ ഞെട്ടിത്തെറിച്ചു നിന്നുപോയി. അവൻ്റെ ഹൃദയം പടപടാ പിടിച്ചു. ഭയത്തോടെയും വിറയലോടെയും അവൻ ആ കഷ്ണങ്ങൾ പെറുക്കാൻ താഴേക്കിരുന്നു. ഒടിഞ്ഞ വിഗ്രഹത്തിൻ്റെ ഓരോ കഷ്ണവും കയ്യിലെടുക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു വിചിത്രമായ ചോദ്യം മുളപൊട്ടി. ഞാൻ ഇത്രയും കാലം എൻ്റെ രക്ഷിതാവായി കണ്ടിരുന്നത് ഈ കല്ലിനെയാണോ? ഒരു നിസ്സാരമായ വീഴ്ചയിൽ നിന്നുപോലും സ്വയം രക്ഷിക്കാൻ കഴിയാത്ത ഒന്നാണ് പ്രപഞ്ചത്തെ മുഴുവൻ രക്ഷിക്കുന്നത്. എന്നെ പഠിച്ചവൻ ഇത്രമേൽ ദുർബലനാകും? ആ ചോദ്യം ഒരു മുള്ളു പോലെ അവൻ്റെ മനസ്സിൽ തറച്ചു. തൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറ ഇളകുന്നത് അവൻ ആ രാത്രിയിൽ ആദ്യമായി അറിഞ്ഞു. ഒടിഞ്ഞത് വെറുമൊരു കല്ലല്ല, മറിച്ച് മാധവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ ബിംബങ്ങളായി. ഗ്രാമത്തിലെ തൻ്റെ അന്വേഷണങ്ങൾ വഴിമുട്ടിയപ്പോൾ മാധവൻ നഗരത്തിലേക്ക് ചെക്കേറി. അവിടെയുള്ള ലൈബ്രറികളിലും ആരാധനാലയങ്ങളിലും അവൻ തൻ്റെ ഉത്തരം തേടി നടന്നു. അങ്ങനെയാണ് നഗരമധ്യത്തിലെ ആ വലിയ ഗോതിക് കത്തീഡ്രലിൻ്റെ ശാന്തതയിൽ അവൻ എത്തിച്ചേരുന്നത്. അവിടുത്തെ സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശവും ശാന്തമായ പ്രാർത്ഥനകളും അവനെ ആവേശഭരിതനാക്കി. സ്നേഹത്തെക്കുറിച്ചും പാപമോചനത്തെക്കുറിച്ചും പ്രസംഗിക്കുന്ന പാതിരിമാർ അവനിൽ പുതിയൊരു പ്രതീക്ഷ നൽകി. അവൻ ബൈബിളിലെ വചനങ്ങൾ പഠിക്കാൻ തുടങ്ങി. യേശുവിൻ്റെ അത്ഭുതകരമായ ജീവിതവും അദ്ദേഹം കാണിച്ചു തന്ന കാരുണ്യവും മാധവൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. സ്നേഹമാണല്ലോ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമെന്ന് അവൻ കരുതി. അവിടെ താൻ തിരയുന്ന രൂപമില്ലാത്ത ഏകദൈവ വിശ്വാസം കണ്ടെത്തുമെന്ന് അവൻ സ്വപ്നം കണ്ടു. വിഗ്രഹങ്ങളുടെ ലോകത്തു നിന്നും അല്പം കൂടി ഉയർന്ന ചിന്താഗതിയിലേക്ക് താൻ എത്തിയെന്ന് അവൻ സ്വയം ആശ്വസിച്ചു. എങ്കിലും ഏതൊരു സത്യത്തിൻ്റെയും ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണല്ലോ യഥാർത്ഥ സംശയങ്ങൾ തുടങ്ങുന്നത്. മാധവൻ്റെ കാര്യത്തിലും അത് സംഭവിച്ചു. ക്രിസ്തുമതത്തിൻ്റെ തത്വശാസ്ത്രങ്ങൾ ആഴത്തിൽ പഠിച്ചപ്പോൾ ത്രിയേകത്വം എന്ന സങ്കല്പം മാധവൻ്റെ യുക്തിക്ക് വലിയൊരു വെല്ലുവിളിയായി. ക്രിസ്തുമതത്തിൻ്റെ തത്വശാസ്ത്രങ്ങൾ ആഴത്തിൽ പഠിച്ചപ്പോൾ ത്രിയേകത്വം എന്ന സങ്കല്പം മാധവൻ്റെ യുക്തിക്ക് വലിയൊരു വെല്ലുവിളിയായി. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇവർ മൂന്നും എങ്ങനെയാണ് ഒന്നാകുന്നത്?
അവൻ തൻ്റെ സംശയങ്ങൾ മുതിർന്ന പാതിരിയോട് ചോദിച്ചു. അച്ഛാ, ദൈവം എന്തിനാണ് ഒരു മനുഷ്യൻ്റെ പരിമിതികളുമായി ഭൂമിയിൽ ജനിക്കുന്നത്? വിശപ്പും ദാഹവും അനുഭവിക്കുന്ന ഉറങ്ങുന്ന ഒരാൾ എങ്ങനെയാണ് നിതാന്ത ജാഗ്രതയുള്ള പ്രപഞ്ചനാഥനാകുന്നത്? സ്വന്തം സൃഷ്ടികളാൽ ക്രൂശിക്കപ്പെടാൻ വിധിക്കപ്പെട്ട ഒരാൾ എങ്ങനെയാണ് സർവശക്തനാകുന്നത്? പാതിരി നൽകിയ മറുപടികൾ പലതും മിസ്റ്റിക് വിശ്വാസങ്ങളെ ആസ്പദമാക്കിയുള്ളതായിരുന്നു. ദൈവം മനുഷ്യനായി വരുന്നത് സ്നേഹം കൊണ്ടാണ് എന്ന് അവർ പറഞ്ഞു. എങ്കിലും മാധവൻ്റെ ഉള്ളിലെ ചോദ്യം ബാക്കി നിന്നു. സ്നേഹിക്കാൻ സർവശക്തനായ ദൈവത്തിന് തൻ്റെ മഹത്വത്തിൽ നിന്നും താഴേക്ക് വരേണ്ട കാര്യമുണ്ടോ? പ്രപഞ്ചത്തെ ഒരു കൽപ്പന കൊണ്ട് സൃഷ്ടിച്ചവന് തൻ്റെ സൃഷ്ടികളെ രക്ഷിക്കാൻ ഒരു കൽപ്പന പോരെ? ഈ ആശയക്കുഴപ്പം അവനെ വല്ലാതെ അലട്ടി. ഒന്നാണെന്ന് പറയുന്ന ദൈവം മൂന്നായി വിഭജിക്കപ്പെടുന്നത് അവന് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. സൃഷ്ടാവിനെ സൃഷ്ടിയുടെ പരിമിതികളിലേക്ക് കെട്ടിയിടുന്നത് ദൈവഹീനമാണെന്ന് അവന് തോന്നി. സൃഷ്ടാവിനെ സൃഷ്ടിയോട് സാമ്യപ്പെടുത്തുന്ന ഏതൊരു രൂപത്തോടും മാധവന് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. ക്രിസ്തുമതത്തിൽ കണ്ട ക്രൂശിത രൂപങ്ങൾ അവനെ വിഗ്രഹങ്ങളിലേക്കാണ് ഓർമ്മിപ്പിച്ചത്. സർവശക്തനായ ദൈവം തൻ്റെ സൃഷ്ടികളുടെ പാപപരിഹാരത്തിനായി മരിക്കേണ്ടി വരിക എന്നത് അവന് അയുക്തികമായി തോന്നി. ഒരുവൻ ചെയ്ത തെറ്റിന് മറ്റൊരാൾ ശിക്ഷ അനുഭവിക്കുക എന്ന നീതിയുടെ കുറവ് അവൻ അവിടെ കണ്ടു. യഥാർത്ഥ ദൈവം എല്ലാവിധ ബലഹീനതകൾക്കും അപ്പുറത്തായിരിക്കണം എന്നവൻ ചിന്തിച്ചു. അവനെ വിശക്കരുത്, അവനെ ദാഹിക്കരുത്, അവന് മരണം സംഭവിക്കരുത്. ഈ തിരിച്ചറിവ് മാധവനെ ആ പള്ളിമുറ്റത്തു നിന്നും പടിയിറക്കി. അവൻ നഗരത്തിൻ്റെ തിരക്കുകളിൽ ഏകനായി അലഞ്ഞു. എങ്കിലും ഉള്ളിലെ അന്വേഷണാഗ്നി അണഞ്ഞില്ല. നിസ്സഹനായ ഒരു യാത്രക്കാരനായി മാധവൻ തൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. സത്യം അരികിലുണ്ടെന്നുള്ള പ്രത്യക്ഷ മാത്രം അവനെ മുന്നോട്ട് നയിച്ചു. അവൻ അടുത്തതായി പഠിച്ചത് ജൂതമതത്തെക്കുറിച്ചായിരുന്നു. ദൈവത്തിന് ചിത്രങ്ങളോ രൂപങ്ങളോ നൽകാൻ പാടില്ലെന്ന കർക്കശമായ നിയമം അവനെ അങ്ങേയറ്റം ആകർഷിച്ചു. ദൈവം ഏകനാണ് എന്ന അവരുടെ പ്രഖ്യാപനം മാധവൻ്റെ യുക്തിക്ക് വലിയൊരു കരുത്ത് നൽകി. വിഗ്രഹങ്ങളില്ലാത്ത ആരാധനാലയങ്ങളെക്കുറിച്ച് അവൻ സ്വപ്നം കണ്ടു. മനുഷ്യരുണ്ടാക്കിയ ബിംബങ്ങളെ തച്ചുടച്ച് അദൃശ്യനായ ദൈവത്തെ മാത്രം ആരാധിക്കുന്ന രീതി മാധവൻ്റെ മനസ്സിന് വലിയൊരു ആശ്വാസം നൽകി. അവിടെ അവൻ തൻ്റെ യാത്രയ്ക്ക് ഒരു പൂർണ്ണവിരാമം ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചു. അവൻ അവരുടെ ചരിത്രവും തുറയിലെ വചനങ്ങൾ പഠിക്കാൻ സമയം കണ്ടെത്തി. ഇത്രയും കാലം താൻ തിരഞ്ഞെടുത്ത പാതകത്തിൽ നിന്ന് വ്യത്യസ്തമായി രൂപമില്ലാത്ത ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം അവിടെ പൂവണിയുന്നത് കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. പക്ഷേ ആ ചക്രവാളത്തിലും കറുത്ത മേഘങ്ങൾ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ജൂതമതത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിഞ്ഞപ്പോൾ മാധവൻ കണ്ടത് മറ്റൊരു വലിയ മതിലായിരുന്നു. അതൊരു ആഗോള മതമല്ല, മറിച്ച് ഒരു പ്രത്യേക വംശത്തിൻ്റെ മാത്രം സ്വകാര്യ വിശ്വാസമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. തിരഞ്ഞെടുക്കപ്പെട്ട ജനത എന്ന വംശീയ ചിന്ത സൃഷ്ടാവിനെ സർവ്വലൗകിക നീതിക്ക് നിരക്കാത്തതാണെന്ന് അവന് തോന്നി. ഒരു ജൂതനായി ജനിച്ചവർക്ക് മാത്രം ലഭിക്കുന്ന സവിശേഷമായ പദവികളും മറ്റുള്ളവരെ രണ്ടാം കിടക്കാരായി കാണുന്ന രീതിയും മാധവനെ വേദനിപ്പിച്ചു. പ്രപഞ്ചനാഥൻ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പ്രാപ്യനാകേണ്ടവനല്ലേ? സൃഷ്ടാവിനെ സ്നേഹിക്കാനും അവനെ ആരാധിക്കാനും എന്തിനൊരു പ്രത്യേക കുലത്തിൽ ജനിക്കണം? വംശീയതയുടെയും ഗോത്രയുടെയും ആ കെട്ടുപാടുകളിൽ നിന്നും പുറത്തു കടക്കാൻ മാധവൻ ആഗ്രഹിച്ചു. സൃഷ്ടാവിനെ വംശീയതയുടെ പെട്ടിയിൽ പൂട്ടാൻ കഴിയില്ലെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ ആ ഗോത്രമതിലുകൾക്ക് പുറത്ത് മാധവൻ വീണ്ടും ഏകനായി തൻ്റെ സത്യത്തിൻ്റെ തിരച്ചിൽ തുടർന്നു. വർഷങ്ങൾ കടന്നുപോയി. പരാജയപ്പെട്ട അന്വേഷണങ്ങളും മടുപ്പിക്കുന്ന യാത്രകളും മാധവനെ തളർത്തിയിരുന്നു. മാനസികമായി വല്ലാത്തൊരു ശൂന്യത അനുഭവിച്ച മാധവൻ ഒടുവിൽ തൻ്റെ ഗ്രാമത്തിൽ തിരിച്ചെത്തി. എങ്കിലും അവൻ്റെ മനസ്സ് ഇപ്പോഴും എന്തിനോ വേണ്ടി ദാഹിച്ചു കൊണ്ടിരുന്നു. ഒരു സന്ധ്യസമയത്ത് തൻ്റെ കുട്ടിക്കാലത്തെ സുഹൃത്തായ അബൂബക്കറിൻ്റെ കൂടെ ഒരു പഴയ ചായക്കടയിൽ ഇരിക്കുമ്പോഴാണ് അടുത്ത പള്ളിയിൽ നിന്ന് ആ ശബ്ദം അലികടിച്ചു വന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മുമ്പും ആയിരക്കണക്കിന് തവണ കേട്ടിട്ടുള്ള ഈ ശബ്ദം അന്ന് അവൻ്റെ ഹൃദയത്തിൽ ഉള്ളറകളെ പിടിച്ചിരിച്ചു. ബാഗിൻ്റെ ഓരോ വരികളും മാധവൻ അതീവ ശ്രദ്ധയോടെ കേട്ടു. അല്ലാഹു ഏറ്റവും വലിയവൻ എന്ന പ്രഖ്യാപനത്തിന് മുന്നിൽ അഗാധമായ ഒരു അർത്ഥമുണ്ടെന്ന് അവന് തോന്നി. ബാഗ് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അബൂബക്കറിനോട് ചോദിച്ചു, അബൂബക്കർ,
നീ ഈ വിളിക്കുന്ന വാക്കുകളുടെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാമോ? അബൂബക്കർ ലളിതമായി ഓരോ വരിയും വിശദീകരിച്ചു. ആരാധനയ്ക്ക് അർഹൻ ഏകനായ അള്ളാഹു മാത്രമാണെന്നും മുഹമ്മദ് നബി അവൻ്റെ ദൂതനാണെന്നുമുള്ള ആ പ്രഖ്യാപനം മാധവൻ്റെ ഹൃദയത്തിൽ പ്രകമ്പനം കൊള്ളിച്ചു. മാധവൻ്റെ താല്പര്യം കണ്ട് അബൂബക്കർ അവനെ ഖുർആൻ്റെ ഒരു മലയാള പരിഭാഷ നൽകി. ഒരു രാത്രി മുഴുവൻ വിളക്കിൻ്റെ വെളിച്ചത്തിൽ മാധവൻ ആ ഗ്രന്ഥം വായിച്ചു. താൻ വർഷങ്ങളായി തേടിക്കൊണ്ടിരുന്ന ഉത്തരങ്ങൾ ഇതാ തൻ്റെ മുന്നിൽ. ഖുർആനിലെ 112 അധ്യായം സൂറത്തുൽ ഇഖ്ലാസ് വായിച്ചപ്പോൾ അവൻ്റെ സർവ്വ സംശയങ്ങളും മഞ്ഞുപോലെ ഒരുക്കിത്തീർന്നു. പറയുക, അവൻ അള്ളാഹു ഏകനാകുന്നു, അള്ളാഹു നിരാശ്രയനാകുന്നു, അവൻ ജന്മം നൽകിയിട്ടില്ല, അവന് ജന്മം നൽകപ്പെട്ടിട്ടുമില്ല, അവന് തുല്യനായി ആരും തന്നെയില്ല. മാധവൻ അറിയാതെ കരഞ്ഞുപോയി. വിഗ്രഹങ്ങളുടെ നിസ്സഹായതയില്ല, ത്രിയേകത്വത്തിൻ്റെ കുഴപ്പമില്ല, ജൂതമതത്തിൻ്റെ വംശീയതയില്ല. ഇതാ സർവ്വലോകർക്കും റബ്ബായ, രൂപമില്ലാത്ത, ജനന മരണങ്ങളില്ലാത്ത സർവശക്തനായ ഒരു ദൈവം തന്നെ പടച്ചവനെക്കുറിച്ച് ഇത്രയും വ്യക്തമായ ഒരു വിവരണം ഭൂമിയിലെ മറ്റൊരു ഗ്രന്ഥത്തിലും താൻ കണ്ടിട്ടില്ലെന്ന് മാധവൻ തിരിച്ചറിഞ്ഞു. സത്യത്തിൻ്റെ പ്രകാശം അവൻ്റെ മുറിയിൽ മാത്രമല്ല, അവൻ്റെ ആത്മാവിലും ആ രാത്രി നിറഞ്ഞു കവിഞ്ഞു. മാധവൻ അടുത്തതായി അന്വേഷിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചായിരുന്നു. സാധാരണക്കാരായി ജനിച്ചു വളർന്ന് ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവം നയിച്ച ആ മഹത് വ്യക്തിയുടെ ചരിത്രം മാധവനെ വിസ്മയിപ്പിച്ചു. വിഗ്രഹം നിറഞ്ഞിരുന്ന അറബിയെ ഏകദൈവ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിച്ച പ്രവാചകൻ്റെ ധീരത അവനെ സ്പർശിച്ചു. പ്രവാചകൻ പഠിപ്പിച്ച സാമൂഹ്യ നീതിയാണ് മാധവനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. രാജാവും പ്രജയും പണക്കാരനും പാവപ്പെട്ടവനും ഒരുപോലെ നിൽക്കുന്ന ആ നിയമം, അറബിക്കോ അനറബിക്കോ കറുത്തവനോ വെളുത്തവനോ യാതൊരു മുൻഗണനയുമില്ല. മനുഷ്യർക്കിടയിലെ ഏക വ്യത്യാസം അവരുടെ ദൈവഭക്തി മാത്രമാണെന്ന പ്രഖ്യാപനം മാധവൻ്റെ എല്ലാ സാമൂഹിക വേർതിരിവുകളെയും തകർത്തെറിഞ്ഞു. ഇസ്ലാം എന്നത് വെറും ഒരു മതമല്ല, മറിച്ച് മനുഷ്യൻ്റെ യഥാർത്ഥ പ്രകൃതിക്ക് ഇണങ്ങുന്ന ജീവിത രീതിയാണെന്ന് അവൻ മനസ്സിലാക്കി. പ്രവാചകൻ കാരുണ്യത്തിൻ്റെ കടലാണെന്ന് ചരിത്രത്താളുകൾ അവന് തെളിവ് നൽകി. ഒരിക്കൽ അബൂബക്കറിൻ്റെ ക്ഷണം സ്വീകരിച്ച് മാധവൻ പള്ളിയിലേക്ക് പോയി. അവിടെ കണ്ട കാഴ്ച അവൻ്റെ ഉള്ളിലെ അവസാന നീളിനെയും മായ്ച്ചു കളഞ്ഞു. ഒരു വലിയ ഹാളിൽ 100 കണക്കിന് ആളുകൾ അണിയണിയായി നിൽക്കുന്നു. മുമ്പിലെ വരികിൽ നിൽക്കുന്ന മുതലാളിയുടെ തൊട്ടടുത്ത് തന്നെ ഏറ്റവും പാവപ്പെട്ട ഒരു തൊഴിലാളിയും നിൽക്കുന്നു. അവർക്കിടയിലെ ജാതിയുടെയോ പണത്തിൻ്റെയോ യാതൊരു അതിർവരമ്പുകളുമില്ല. എല്ലാവരും ഒരേ താളത്തിൽ കുനിയുന്നു. ഒരേ താളത്തിൽ നിത്യതറയിൽ വെച്ച് ആ ഏകനായ റബ്ബിൻ്റെ മുന്നിൽ വിനീതരാക്കുന്നു. ആ ദൃശ്യം കണ്ടപ്പോൾ മാധവൻ ചിന്തിച്ചു, ഇതാണ് ഞാൻ തേടിയ മാനവികത. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഇങ്ങനെ ഒത്തുചേർന്ന് അവരെ മാത്രം വണങ്ങാനല്ലേ? വിവേചനമില്ലാത്ത ഈ ആരാധനക്രമം ലോകത്തിന് മാതൃകയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആ നിമിഷം തന്നെ തൻ്റെ പഴയ സ്വത്വം മാധവൻ അഴിച്ചു വെച്ചു. തൻ്റെ റബ്ബിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യാനുള്ള അടങ്ങാത്ത ആഗ്രഹം അവൻ ജ്വലിച്ചു നിന്നു. അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന പണ്ഡിതൻ്റെ അരികിലേക്ക് മാധവൻ എത്തുമ്പോൾ അയാളുടെ കണ്ണുകളിൽ ഒരു പുതിയ പ്രകാശമുണ്ടായിരുന്നു. തൻ്റെ ഉടഞ്ഞ വിഗ്രഹത്തിൽ നിന്നും തുടങ്ങിയ നീണ്ട യാത്രയുടെ ഓരോ നിമിഷവും മാധവൻ വിവരിച്ചു. ക്രിസ്തുമതത്തിലെയും ജൂതമതത്തിലെയും തൻ്റെ അന്വേഷണ പരാജയങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. പണ്ഡിതൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാധവൻ, നിന്നെ പഠിച്ചവൻ നിന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് നീ ഈ സത്യത്തിലേക്ക് എത്തിപ്പെട്ടത്. മാധവൻ ശാന്തനായി ആ സാക്ഷ്യവചനം ഏറ്റുചൊല്ലി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അല്ലാഹുവല്ലാതെ മറ്റാരാധനയില്ലെന്നും മുഹമ്മദ് നബി തൻ്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു.